കുളിച്ചപ്പോ നല്ല വിശപ്പ്. നീ ഉണ്ണുന്നില്ലോടാ? കഞ്ഞി കുടിച്ചിട്ട് അധികം നേരം ആയില്ല. ആ, ഇതെന്നാ മുട്ടയോ കോഴിയിറച്ചി ഇല്ലൂടി? അത് കോഴിയിറച്ചിക്ക് കവലേ പോണോ ചായ? എനിക്ക് വയ്യാത്തോണ്ട്. അയ്യയ്യ, ഇതെങ്ങനെ ഉണ്ണാനാ? ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കോഴിയിറച്ചില്ലാതെ ഉണ്ടിട്ടില്ല. ഇവിടെ അടുത്ത വീടുകളൊന്നും കോഴിയെ കിട്ടത്തില്ലൂടി. ഇല്ല ചായ. അതെവിടെന്നാ? അത് താഴത്തെ വീട്ടുകാര് വളർത്തുന്നതാ. ചേടാ, എങ്കിൽ പിന്നെ അവരോട് മേടിച്ചാ പോരായിരുന്നോ? അവര് കോഴിയെ വിൽക്കത്തില്ല. അതെന്നാ, കോഴി സമ്മതിക്കത്തില്ലയോ വിൽക്കാൻ? അത് നമുക്ക് രാത്രിയിലത്തേക്ക് ഏർപ്പാടാക്ക ചായ. ഊണെന്ന് പറഞ്ഞാ ഉച്ചയല്ലൂടാ. മാത്രമല്ല നമുക്ക് ഉടനെ പോകണ്ടായോ? ആദ്യ ചായ ഉള്ള കറി വിട്ട് ഊണ് കഴിക്കും. ആ, ഇതറിഞ്ഞിരുന്നേ കോഴിയെ ഞാൻ കൊണ്ടുവരുമായിരുന്നല്ലോ. ഓരോ വിധി. മുട്ടയെങ്കിൽ മുട്ട. കുഞ്ഞുട്ടിച്ചായൻ എന്നാ ഈ നേരത്ത്? കട പൂട്ടിയോ? കട പൂട്ടും ആ സ്ഥിതിയിലായിരിക്കുക ഞാനിപ്പം. ഇന്നവിടെ നടന്നത് കച്ചവടം വല്ല കൊച്ചേ, കൂട്ടത്തല്ല. കണ്ണാടി അലമാര 1, അലുമിനിയ പാത്രങ്ങൾ 3, ഗ്ലാസുകൾ 9, എല്ലാം തരിപ്പണമായി. അതോടെ പ്രശ്നം തീർന്നെന്നാ കരുതിയത്. ഇല്ല, വൈകുന്നേരമായപ്പോ തലയിലൊരു വെച്ചുകെട്ടുമായി ഡ്രൈവർ തങ്കപ്പനും കൂട്ടരും വന്നു. അവന്റെ തലയ്ക്ക് പരിഹാരമായി രൂപ 1000 ആ വഴിക്കും പോയി. കുഞ്ഞുട്ടിച്ചായൻ എന്നതായി പറയുന്നേ? മേളി താമസിക്കണ മൈക്കിളിനെ അന്വേഷിച്ച് വന്ന ഒരുത്തനാ തങ്കപ്പനെ ബസ്സിലോട്ടെറിഞ്ഞ് തല പൊളിച്ചതെന്ന് വൈകുന്നേരം ആ കടലവണ്ടിക്കാരൻ ഒരു സംശയം പറഞ്ഞത്. നേരാന്നോ? ഇന്നിവിടെ ആരേലും വന്നായിരുന്നോ? അയാള് നിന്റെ അപ്പച്ചൻ വിചാരിച്ചിട്ട് ഒത്തിട്ടില്ല. അയാളാണ്. ആന്നോ? ആയിരിക്കും. ഈ ഉരുപ്പിടി തന്നെ ആയിരിക്കും.